ഇന്നത്തെ പരിപാടിയിലൂടെ കരപ്പുറത്തെ കാർഷിക വിശേഷങ്ങളും അതിന്റെ പ്രത്യേകതകളും നമുക്ക് വിശദമായി തന്നെ അറിയാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ കൃഷി ഓഫീസർ ശ്രീ TS വിശ്വനാണ്. ഒരു ചോദ്യത്തോടെ നമുക്ക് ആരംഭിക്കാം. മണൽ മാത്രം ഉള്ള ഒരു ഭൂമി, അവിടെ വൻ നദികളില്ല, വെള്ളം പിടിച്ചു നിർത്താൻ ആ മണ്ണിന് കെൽപ്പില്ല. അവിടെ കൃഷി സാധ്യമാണോ? അറബിക്കടലിനും വേമ്പനാട്ടുകായലിനും മധ്യേ നീണ്ടുകിടക്കുന്ന ഒരു മണൽപ്പരപ്പ്, അതിൽ പുല്ലുപോലും മുളച്ച് ഇരുന്നില്ല പണ്ടുകാലത്ത്. കടൽ കരവച്ച ഭൂമിയാണ് കരപ്പുറം. ചൊരിമണൽ, ഉപ്പുരസമുള്ള മണൽത്തരികൾ, മഴവെള്ളം വന്നാൽ മണൽ കുടിച്ചു കളയും. വേനൽ വന്നാൽ കാൽനടക്കാർ പോലും കഷ്ടപ്പെടും. ആ ഭൂമിയെയാണ് മനുഷ്യൻ തൻ്റെ കൈപ്പണികൾ കൊണ്ട്, അധ്വാനം കൊണ്ട്, പ്രായോഗിക ബുദ്ധി കൊണ്ട് കൃഷിയോഗ്യമാക്കിയത്. അതുതന്നെയാണ് കരപ്പുറത്തെ കൃഷി വിശേഷങ്ങളും. കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ല ആയിട്ടും കാർഷിക പ്രാധാന്യത്തിൽ വലിയ സ്ഥാനമുള്ള ജില്ലയാണ് ആലപ്പുഴ. നെല്ലറകളിലൊന്നായ കുട്ടനാടും എള്ളും നെല്ലും തെങ്ങും സമന്വയ വിളകളായിട്ട് ഓണസമൃദ്ധി നിറച്ച ഓണാട്ടുകരയും ഈ ജില്ലയിലാണ്. ജില്ലയുടെ വടക്കേ ഭാഗം പിന്നീട് രൂപം കൊണ്ട കരപ്പുറവും വ്യത്യസ്തമായ കാർഷിക സവിശേഷതകളുടെ ഒരു നാടാണ്. കടലിൻ്റെയും കായലിൻ്റെയും ഇടയിൽ ഉയർന്നു വന്ന ദീർഘചതുരാകൃതി ഈ സ്ഥലത്തിൻ്റെ രൂപം ഏതാണ്ടതാണ്. ശക്തമായ കടൽക്ഷോഭങ്ങളും സുനാമികളും കടൽ പിൻവാങ്ങലും കടൽ മണ്ണിൻ്റെ നിക്ഷേപവും കൊണ്ട് രൂപം കൊണ്ട ഒരു പ്രദേശം, ഒരു ഭൂപ്രകൃതി. ഇവിടെ വൻ നദികളില്ല. പമ്പയോ അച്ചൻകോവിലാറോ കരപ്പുറത്തുകൂടി ഒഴുകുന്നില്ല. ലോകത്തിൽ കൃഷി ആരംഭിച്ചത് നദീതീരങ്ങളിലാണെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കരപ്പുറത്ത് കൃഷി ആരംഭിച്ചത് മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നാണ്. ചൊരിമണൽ, സസ്യപോഷക മൂലകങ്ങളില്ലാത്ത മണ്ണ്, വെള്ളം പിടിച്ചു നിർത്താത്തത്, വെയിലേറ്റാൽ ചുട്ടുപഴുക്കുന്നത്, ഇത്തരമൊരു മണ്ണിനെ കൃഷിയോഗ്യമാക്കാൻ പൂർവികർ കണ്ടെത്തിയ പ്രകൃതിദത്ത പരിഹാരമാണ് ചേറ് അഥവാ സിൽറ്റ്. കടൽപ്പൊഴികളിലും കായൽ ചാലുകളിലും അടിഞ്ഞുകൂടിയ ഈ ചേറ് ചെളിയെന്നും പറയും. കോരിയെടുത്തുകൊണ്ടുവന്ന് ചൊരിമണലുമായി കൂട്ടിക്കലർത്തിയ വെറും സാധാരണ മനുഷ്യൻ്റെ അപാരമായ ശാസ്ത്രജ്ഞ ബുദ്ധിയാണ് ചൊരിമണലിൽ നടന്ന ആദ്യത്തെ കാർഷിക വിപ്ലവം. ചേർത്തല താലൂക്കിലെ അന്ധകാരനഴി എന്ന ഏറ്റവും വലിയ പുഴയിൽ നിന്നും ടൺ കണക്കിന് ചേറാണ് ഓരോ വർഷവും ശേഖരിച്ച് തലച്ചുമടായും വള്ളങ്ങളിലുമായി കൊണ്ടുവന്ന് ഈ ചൊരിമണൽ ചേർത്ത് കൃഷി ചെയ്തത്. അതിനാലാണ് പഴമക്കാർ പറഞ്ഞത് ചേറാണ് ചോറ്. പഴയ തലമുറയിൽപ്പെട്ടവർ ചേറിലിറങ്ങാൻ മടിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ ഉപദേശിച്ചതാണ്, മക്കളെ ചേറാണ് ചോറ്. മണ്ണിൻ്റെ ഘടന തന്നെ മാറ്റിയ ഒരു ജനതയുടെ അനുഭവമാണത്. ശാസ്ത്രം പിന്നീട് വിശദീകരിച്ച ആശയങ്ങളെ ജീവിതാനുഭവം മുൻകൂട്ടി കണ്ടെത്തിയ ഒരു പ്രദേശം. കരപ്പുറത്തെ ജൈവ വൈവിധ്യത്തിനുമുണ്ട് അധിനിവേശ ചരിത്രം. പണ്ട് കിഴക്കൻ മലനിലകളിൽ ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭങ്ങളും നടന്നപ്പോൾ കുത്തിയൊലിച്ചു വന്ന മരങ്ങളും ചെടികളും കായ്കളും വേരുകളും വേമ്പനാട്ട് കായലും കടന്ന് കരപ്പുറത്തും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറ് കടലിലെ വിവിധ ദ്വീപുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിത്തുകായ്കൾ കരപ്പുറത്തെ പശ്ചിമ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കടലിലൂടെ ഒഴുകി വന്ന നാളികേരം പോലും നമ്മുടെ കരപ്പുറത്തിൻ്റെ പശ്ചിമ തീരങ്ങളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള കണ്ടലും കമ്മട്ടിയും ഉദളവും മുൾച്ചെടികളും ഇന്നും തീരസംരക്ഷണത്തെ സഹായിക്കാൻ ഇവിടെയുണ്ട്. മത്സ്യം പിടിച്ച് ഭക്ഷിച്ചും നായാടിയും ഇരതേടിയും നടന്ന പ്രാചീന മനുഷ്യർ കരപ്പുറത്ത് സ്ഥിരമാക്കിയതോടെയാണ് മണൽപ്പരപ്പിൽ പച്ചപ്പ് വ്യാപിക്കുന്നത്. അധിനിവേശികൾ ഒപ്പം കൊണ്ടുവന്ന പുൽവിത്തുകളും ചെറുധാന്യങ്ങളും തന്നെയാണ് മണൽപ്പരപ്പിലെ പൈതൃക ധാന്യങ്ങൾ. പഞ്ഞപ്പുല്ലും മുത്താറിയും നവരയും എല്ലാം അങ്ങനെ ചൊരിമണലിൽ വേരുറപ്പിച്ചവയാണ്. ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളിയിൽ 4 നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ച ഇട്ടിയച്യുതൻ വൈദ്യൻ ഔഷധ സസ്യവിജ്ഞാനത്തിൻ്റെ കുലപതിയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തിലെ 350ഓളം സസ്യങ്ങളുടെ വിവരണം നടത്തിയത് ഇട്ടിയച്യുതൻ എന്ന കരപ്പുറം നാട്ടുവൈദ്യനാണ്. കടലിലൂടെ ഒഴുകിയെത്തിയ നാളികേരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് കരപ്പുറത്ത് തഴച്ചു വളർന്നു. കടപ്പുറം തെങ്ങ് എന്ന പേരിൽ പ്രശസ്തമായ തെങ്ങിൻ തൈകൾ തീരദേശത്തെ പച്ചപ്പണിയിച്ചു. അവിടെ നിന്നാണ് കള്ളു വ്യവസായം, കയർ വ്യവസായം, കൊപ്ര വ്യവസായം എന്നിവ വളർന്നത്.
ചേർത്തലയും ആലപ്പുഴയും പട്ടണങ്ങൾ കേരാധിഷ്ഠിത വ്യവസായങ്ങളുടെ കേന്ദ്രങ്ങളായിട്ടാണ് അറിയപ്പെട്ടത്. മണൽപ്പരപ്പിൽ നിന്ന് തൊഴിൽ സാധ്യതകൾ നിറഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥ ഉയർന്നു. അതാണ് നാം കണ്ടത്. വീടുകളും വഴികളും വിപണികളും, എന്തിന് കുടിൽ തൊട്ട് കൊട്ടാരം വരെ തെങ്ങെന്ന കൽപ്പവൃക്ഷത്തിൻ്റെയും ഗുണമറിഞ്ഞു. എല്ലാം ആ നിലയിലാണ് ഉയർന്നു വന്നത്. ആൾ വെയർ റൂട്ടഡ് ഇൻ അഗ്രികൾച്ചർ എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ വിശദീകരിക്കുന്നതിൻ്റെ പൊരുൾ അതുതന്നെയാണ്. എന്നാൽ കാലം മാറി. ഇന്ന് വെല്ലുവിളികൾക്ക് പുതിയ രൂപം കൈവന്നിരിക്കുന്നു. വലിയ നദികളില്ലാത്തതിനാൽ ജലസേചനം ചെലവേറിയതാണ്. വേനലിൽ കുളങ്ങളും കിണറുകളും വരണ്ടു പോകുന്നു. ചൊരിമണലിൽ ദിവസേന വെള്ളമൊഴിക്കണം. നാളികേരത്തിന് വില ഉയർന്നുവെങ്കിലും ചെല്ലിയും മണ്ടരിയും കാറ്റുവീഴ്ചയും ഉൽപ്പാദനത്തെ ഗണ്യമായിട്ട് കുറച്ചു. കശുമാവായിരുന്നു നമ്മുടെ കരപ്പുറത്തെ 2ാം സ്ഥാനമുള്ള നാണ്യവിള തെങ്ങ് കഴിഞ്ഞാൽ. പക്ഷെ കശുമാവ് ഇന്ന് രോഗബാധിതമായി അവസാനിക്കുന്ന മട്ടാണ്. വാഴയും അടക്കാമരവും അതുപോലുള്ള തുടങ്ങിയ എല്ലാ ഒരു പ്രതിസന്ധിയിലാണ്. പക്ഷേ എന്നിട്ടും കരപ്പുറത്ത് കൃഷി അവസാനിച്ചില്ല. ഇവിടെ ഇപ്പോൾ നാം കാണുന്നത് പുതിയ കൃഷിക്കാഴ്ചകളാണ്, കൃഷിരീതികളാണ്. യുവ കർഷകരുടെ ഹൈടെക് കൃഷി, കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, ഫോളിയാർ സ്പ്രേയിങ്, റെയിൻ ഷെഡ് കൃഷി, ഹൈഡ്രോപോണിക് കൃഷി, എല്ലാത്തരം ഹൈടെക് വിത്തുകളും സങ്കര വിത്തുകളും ഇന്ന് കരപ്പുറത്തെ കൃഷിഭൂമിയിൽ വിളയുന്നു. ഒപ്പം പരമ്പരാഗത വിത്തുകളെയും ചേർത്ത് പിടിക്കുന്ന കർഷകരുണ്ട്. ചെമ്പട്ടുചീര മുതൽ തണ്ണിമത്തൻ വരെ, ചക്കയും മാങ്ങയും പപ്പയയും മാത്രമല്ല റംബുട്ടാനും മംഗോസ്റ്റിനും അവക്കാഡോയും അഭിയുവും വരെ കരപ്പുറത്ത് വിളയുന്നു. വിഷുക്കാലത്ത് സൂര്യകാന്തിയും ബന്ദിയും ജമന്തിയും മണൽപ്പരപ്പിൽ വർണ്ണവിസ്മയം തീർത്തു. കരപ്പുറത്ത് കൃഷിമന്ത്രി കരപ്പുറം മണ്ണിലെ കർഷകരോടൊപ്പം ഇറങ്ങി വന്നു. കർഷകർക്ക് ആവേശവും ഉത്സാഹവും വർദ്ധിച്ചു. കരപ്പുറം കൃഷി കാഴ്ചകൾ തന്നെ ഉത്സവങ്ങളായി കൃഷിവകുപ്പ് സംഘടിപ്പിച്ചു. ആവേശവും സാങ്കേതിക വിദ്യയും ചേർന്ന ഒരു പുതിയ കാർഷിക സംസ്കാരം ഇവിടെ രൂപം കൊള്ളുന്നു എന്ന് വേണം കരുതേണ്ടത്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം മാത്രം വികസനത്തിന് മതിയാകില്ല. കാരണം നയപരമായ പിന്തുണയും ശാസ്ത്രീയ ഇടപെടലും അതിനൊപ്പം നടക്കണം. അതിന് കാരണം ചില വസ്തുതകൾ ഇവിടെ സൂചിപ്പിക്കാം. കരപ്പുറത്തിന് അനുയോജ്യമായ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വേണം. മണ്ണിനെ അനുയോജ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും കൃഷി രീതികളും വികസിപ്പിക്കണം. കൃഷി വിഷയ കോഴ്സുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം. ജലസംരക്ഷണത്തിന് ദീർഘകാല ആസൂത്രണം വേണം. കരപ്പുറം ഒരു പിന്നോക്ക പ്രദേശമെന്ന നിലയിൽ കാണാതെ തീരദേശ കാർഷിക വികസനത്തിൻ്റെ പ്രത്യേക മോഡലായി കാണണം. മണൽമണ്ണ് ഒരു പരിമിതിയല്ല, അത് വ്യത്യസ്തമായ സാധ്യതയാണ്. ഉപ്പ് സഹിഷ്ണുതയുള്ള വിളകൾ, ജൈവകൃഷി, തീരദേശ കാർഷിക മാതൃകകൾ ഇതെല്ലാം പരീക്ഷിക്കപ്പെടാം. ആൾ ക്യാൻ ബി എക്സ്പെരിമെൻറ്റഡ് ഹിയർ. ഇവിടെ വിജയിക്കുന്ന മോഡൽ നാളെ കേരളത്തിൻ്റെ മറ്റു തീരപ്രദേശങ്ങൾക്കും മാതൃകയാകും. തുടക്കത്തിലെ ആ ചോദ്യത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങാം. മണൽ മാത്രമുള്ള ഒരു ഭൂമിയിൽ കൃഷി സാധ്യമാണോ? കരപ്പുറം അതിന് മറുപടി തന്നിരിക്കുന്നു. സാധ്യമാണ്. ആത്മാർത്ഥമായ മനുഷ്യശ്രമമുണ്ടെങ്കിൽ സാധ്യമാണ്. അറിവ് ചേർന്നാൽ കൂടുതൽ സാധ്യമാണ്. ഭരണത്തിൻ്റെ ദീർഘദൃഷ്ടി ചേർന്നാൽ സമൃദ്ധിയും സാധ്യമാണ്. ചേർത്ത മണലിനെ കൃഷിമണ്ണാക്കിയ പൂർവികരുടെ കഥ ഇന്ന് നമുക്കൊരു ദിശാബോധമാണ്. മണൽപ്പരപ്പിൽ പച്ചപ്പുണ്ടാക്കിയ ആ ജനതയ്ക്ക് ഇനി നമുക്ക് നൽകേണ്ടത് ശാസ്ത്രീയ പിന്തുണയും നയപരമായ ശക്തിയുമാണ്. കരപ്പുറത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇന്ന് കൃഷിപക്ഷമാണ്. എല്ലാ കൃഷിഭവനുകളും കൃഷിയുടെ വികസനത്തിന് പല പദ്ധതികളും നടപ്പാക്കുന്നു. കൃഷി ഗ്രാമങ്ങൾ തന്നെയുണ്ട് കരപ്പുറത്ത്, ഏറെയും സ്ത്രീകളാൽ നയിക്കപ്പെടുന്നത്. കരപ്പുറത്തെ നല്ലൊരു ശതമാനം യുവാക്കളും യുവതികളും ഹൈടെക് കൃഷിയിലും തൽപരരായി മാറി. എന്നാൽ പ്രായവും മറന്ന് പച്ചക്കറിയും വാഴയും മരച്ചീനിയും ചേനയും ചേമ്പുമൊക്കെ കൃഷി ചെയ്യുന്ന പരമ്പരാഗതരായിട്ടുള്ള കരപ്പുറത്തെ കർഷകർ ചരുമണലിൻ്റെ ദീർഘകാല ഉപാസകരായിട്ട് കൃഷിയിലുണ്ട്. അതേ, പ്രതികൂലമായ മണ്ണിൽ കൃഷി സാധ്യമാണ്. സമൂഹവും ശാസ്ത്രവും ഭരണവും കൈകോർക്കുമ്പോൾ അത് സാധ്യമെന്ന് തെളിയിച്ചു. കരപ്പുറം അതിൻ്റെ തെളിവാണ്. എല്ലാവർക്കും നമസ്കാരം. കരപ്പുറത്തെ കാർഷിക വിശേഷങ്ങളും വികസന സാധ്യതകളുമൊക്കെ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് മുൻ കൃഷി ഓഫീസർ ശ്രീ TS വിശ്വനാണ്.